നമസ്കാരം, എല്ലാവർക്കും അടുക്കള റാണിയിലേക്ക് സ്വാഗതം. പപ്പടം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതും പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടമാണ്. ഞാനിവിടെ ഇന്ന് പപ്പടമൊന്നുമല്ല ഉണ്ടാക്കുന്നത്. പപ്പടം പോലെ ക്രിസ്പി ആയിട്ടുള്ള ഉഗ്രൻ റുമാലി ഖാക്രയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. ഈ റുമാലി ഖാക്ര നമുക്ക് ഡിന്നറിനും ലഞ്ചിനും ഒക്കെ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ ഒരു സ്നാക്കായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല ക്രിസ്പിയാണ്. റുമാലി ഖാക്ര ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് അതിൻ്റെ മാവൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി 1 കപ്പ്, മൈദ 1/2 കപ്പ്, ഉപ്പ് രുചിക്കനുസരിച്ച് അതിത്ര എടുത്തിട്ട് ഒരു ബൗളിലേക്ക് അതിത്ര എടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ നല്ല ഇളം ചൂട് പാലൊഴിച്ചാണ് കുഴയ്ക്കുന്നത്. അപ്പം പാലൊരു ഏകദേശം 1/2 കപ്പോളം പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കുറച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്ത് അങ്ങനെ വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറിയ ചൂടുള്ള പാലാണെങ്കിൽ വളരെ സോഫ്റ്റായിട്ടുള്ള മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് മുകളിലൂടെ സ്വല്പം എണ്ണയോ നെയ്യോ തടവി കൊടുക്കേണ്ടതാണ്. ഇനി നമുക്കിത് ഒരു 15-20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അടച്ച് മാറ്റി വെക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് ഒരു ചട്നി തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നിലക്കടല വറുത്തെടുക്കാനായിട്ട് പോവുകയാണ്. ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് നിലക്കടല ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ഇത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഉപ്പും ഒന്നും ഇടണ്ട. നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാനുള്ളതാണ്. ഇവിടെ ഞാൻ നിലക്കടല വറുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഈ നിലക്കടല ഇട്ടിട്ട് അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരു തരിതരിപ്പായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്താൽ മതി. അങ്ങനെ ആ പീനട്ട് ചട്നി ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് വീണ്ടും എടുത്ത് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്ത മാവ് നമുക്ക് ഈക്വൽ പാർട്സായിട്ട് മുറിച്ചെടുക്കാം. അങ്ങനെ മുറിച്ചെടുത്തിട്ട് അത് നമുക്ക് ഉരുട്ടിയെടുക്കണം. ഇവിടെ ഞാൻ ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് 4 എണ്ണമേ കിട്ടത്തുള്ളൂ, കാരണം 5 എണ്ണത്തിനുള്ള വലിപ്പം കിട്ടത്തില്ല. നല്ല വലിപ്പത്തിൽ വേണം ഇതിൻ്റെ ഉരുട്ടിയെടുക്കാനായിട്ട്. ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുന്ന ഒരു ഉരുള എടുത്ത് വെച്ചിട്ട് അതിനകത്ത് സ്വല്പം പൊടി തൂകി നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് ചപ്പാത്തിക്ക് പരത്തുന്നതിൻ്റെ ആ വലിപ്പത്തിലല്ല പരത്തേണ്ടത്, നല്ല വലിപ്പത്തിൽ വേണം പരത്താനായിട്ട്. അതുപോലെ തന്നെ തീരെ കനം കുറച്ച് വേണം ഇത് പരത്താനായിട്ട്. എത്ര കനം കുറച്ച് പരത്തുവാൻ പറ്റുമോ അത്രയും കനം കുറച്ച് ഇത് പരത്തിയെടുക്കണം. അതിൻ്റെ കനം കുറയും തോറും ക്രിസ്പിനെസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും നല്ല കറുമുറയായിട്ട് നമുക്കത് കഴിക്കാനും പറ്റും. നമ്മുടെ പപ്പടത്തിനേക്കാട്ടിലും രുചികരമായിട്ടാണ് ഇത് ഖാക്ര ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രുചിയാണ്. ഞാനിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് അത് കമിഴ്ത്തി വെച്ചിട്ട് വേണം നമ്മൾ ചൂടാക്കി എടുക്കാനായിട്ട്. നമ്മൾ എപ്പോഴും വെക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വേണം കമിഴ്ത്തി വെച്ച് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ റൊട്ടി ഇട്ട് കൊടുക്കുകയാണ്. അതിങ്ങനെ നന്നായിട്ട് ഒന്ന് നല്ല റൗണ്ട് ഷേപ്പിൽ ഒരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ ഇത് കിട്ടും ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ ഷേപ്പിൽ നമ്മളതങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം കുമിള ഇങ്ങനെ പൊങ്ങി വരാൻ പാടില്ല, നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരാൻ പാടില്ല. അപ്പോൾ അത് അമർത്തി കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അരികൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ക്രിസ്പി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതെടുക്കാം. ഇവിടെ നോക്ക്, നല്ല ഒരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ നമ്മുടെ ഖാക്ര റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഖാക്രയിലേക്ക് പുരട്ടാനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ബാസ്ക്കറ്റ് പോലിരിക്കുന്ന ഖാക്രയ്ക്കകത്തേക്ക് ഇത് ഞാനൊരു ബ്രഷിൻ്റെ സഹായത്തോടു കൂടി നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അധികം എരിയൊന്നും വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ വെറുതെ നെയ്യോ അല്ലെങ്കിൽ ബട്ടർ മാത്രം പുരട്ടി കൊടുത്താലും മതിയാകും. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെയ്യെല്ലാം മുഴുവനും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ
പീനട്ട് ചട്നി പൗഡർ ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നോ, അപ്പോൾ അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മല്ലിയില അരിഞ്ഞതിട്ട് തൂക്കി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ. എങ്ങനെ കഴിച്ചാലും നല്ല രുചിയുള്ള ഒരു ഖാക്രയാണിത്. നമ്മുടെ പപ്പടത്തിൻ്റെ കൂട്ട് തന്നെ ക്രിസ്പി ആയിട്ടും ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.